യെസ്, അഡ്വക്കേറ്റ് ബലദേവ്, ഇപ്പോൾ സ്തുതിപാഠകരുണ്ട്. അവർ സ്തുതിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരം നേരത്തെ അഡ്വക്കേറ്റ് സേനാപതി വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം കാടൻ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരിയെ ജനങ്ങൾ കല്ലെറിഞ്ഞോടിക്കുന്ന ഒരു കാലം അതിവിദൂരത്തല്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സ് പറയുന്നു. അഡ്വക്കേറ്റ് ബലദേവ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സേനാപതി വക്കീൽ പറഞ്ഞൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങ് അപജയം സംഭവിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വ്യക്തിപൂജ കൂടി വരുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഞാൻ അദ്ദേഹം ഇല്ലായിരുന്നതുകൊണ്ടൊന്നും ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഒരു കാലത്ത് 79-80 മുദ്രാവാക്യമായിരുന്നു കാൾ ഇന്ദിര സേവ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര. അത് ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തത്തിൽ വെച്ചുകൊണ്ടായിരുന്നു അവരുടെ ഒരു മുദ്രാവാക്യം. അങ്ങനെ അത് പിന്നെ പറയാൻ ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രമൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിന് തിരിച്ചൊരു മറുപടി പറയാമെന്നുള്ളതല്ലാതെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ഈസ് ഇന്ദിര എന്നൊരു മുദ്രാവാക്യം മുഴക്കുകയാണ്. അതൊക്കെ പിണറായി വിജയനാണ് കേരളമാണ് പിണറായി വിജയൻ എന്നൊരു മുദ്രാവാക്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ മുദ്രാവാക്യം മുഴക്കിയവരാണ്. കോൺഗ്രസ് അങ്ങനെ പ്ലീനം കൂടിയോ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് വിളിച്ചോ അങ്ങനെ ഒരു തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. വ്യക്തിപൂജ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല. അല്ല, അവരങ്ങനല്ല നമ്പ്യാര്, അവര് ഭിത്തിയിലൊക്കെ എഴുതിയതാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തുള്ള ഭിത്തിയിലെല്ലാം അവർ എഴുതിയതാണ് കാൾ ഇന്ദിര സേവ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അത് ഭിത്തിയിൽ ഇലക്ഷനോടനുസരിച്ചുള്ള അവരുടെ ഏറ്റവും അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആദ്യം കോൺഗ്രസ് തോറ്റു, അതിനുശേഷം വന്ന ഇലക്ഷനിൽ മൊറാർജി ദേശായിക്ക് മാറിയതിനു ശേഷം അവരുടെ ഭിത്തിയിലുള്ള പ്രചരണമായിരുന്നു. അത് ഇന്ത്യ മൊത്തമായിരുന്നു, അല്ല നമ്മുടെ കേരളത്തിൽ മാത്രമല്ല. കാൾ ഇന്ദിര സേവ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര എന്നും പറഞ്ഞുള്ള അവരുടെ ഒരു ലോഗോമായിരുന്നു. അപ്പൊ അതെന്തായാലും AICC അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇന്ത്യ മൊത്തത്തിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം എഴുതണമെന്നുണ്ടെങ്കിൽ. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ശരിയാണ്. ഈ സ്തുതിപാഠ ശീത് പണിക്കർ പറഞ്ഞ ആ കാര്യങ്ങളിലൊക്കെ ഞാൻ പരിപൂർണമായിട്ട് യോജിക്കാണ്. കാര്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഒരു വ്യക്തിപൂജയോ ഒന്നും പാടില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത് എപ്പോഴും വ്യക്തികൾക്ക് അതീതമാണ് പാർട്ടി. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി പ്രസ്ഥാനത്തിനേക്കാൾ മുകളിലായിട്ട് കാണാൻ പാടില്ല എന്നാണ്. ഇവിടെ അതിന്റെ കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ വ്യക്തി അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞുകൊണ്ടോ ഒന്നുമല്ല കാൾ ഇന്ദിര എന്ന് എഴുതിയതുപോലെ ഇവിടെ ഈ മുദ്രാവാക്യങ്ങളോ പാട്ടുകളോ ഒന്നും എഴുതുന്നത്. പിന്നെ അതുപോലെ തന്നെ ജയരാജന്റെ കാര്യം പറഞ്ഞു. ജയരാജന് അനുകൂലമായിട്ട് കണ്ണൂരിൽ ഇങ്ങനെ ഒരു ജയരാജൻ ആർമി എന്നും പറഞ്ഞ് ചില മുദ്രാവാക്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനെക്കുറിച്ച് കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ചില ആരോപണങ്ങൾ കൊണ്ടുവന്നത്. EP ജയരാജനെതിരെ പരാതി വന്നതുപോലെ P ജയരാജനെതിരെയും കണ്ണൂരിൽ നിന്ന് തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണങ്ങൾ കൊണ്ടുവരികയും അതിനെയാണ് അന്വേഷിക്കാൻ ശ്രീ സുർജിത്ത് പറഞ്ഞതുപോലെ 3 കമ്മിറ്റിയെ വെക്കുകയും ആ കമ്മിറ്റി ആര് പരാതി കൊടുക്കും സാർ? അതവിടെ നിൽക്കട്ടെ. ഒരു പാർട്ടിക്ക് ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ പറയാമല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു പാർട്ടിക്ക് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ സാർ, പെട്ടെന്ന് പറഞ്ഞോ, ചോദിച്ചോ. ഗോവിന്ദൻ മാഷ്ക്ക് സാർ, ഈ ഗോവിന്ദൻ മാഷാണല്ലോ സാർ നിങ്ങളുടെ ഈ പ്രപഞ്ച സിദ്ധാന്തം, ഇന്ത്യ എന്ന ഇന്ത്യയിലല്ല പ്രപഞ്ച സിദ്ധാന്തം, ഈ സൂര്യൻ. ഞാൻ ഗോവിന്ദൻ മാഷ് നിങ്ങളുടെ സൈദ്ധാന്തിക ഭൂമിക കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, നിങ്ങളുടെ താത്വിക ആചാര്യനല്ലേ, നിങ്ങൾക്ക് ക്യാപ്സൂൾ ഉണ്ടാക്കി തരുന്നത്. അദ്ദേഹം ഈ സൂര്യനോട് ഉപമിച്ചത് അപ്പോ എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതൊന്നും അറിയാത്ത ആളാണോ സാർ? അല്ല, ഞാനതിലേക്ക് വരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ വ്യക്തിപരമായിട്ടുള്ള പൂജകൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെങ്ങും പറയുന്നില്ല. ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള ചെറിയ പാർട്ടിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ഐഡിയോളജി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് 1848 മാർക്സും എംഗൽസും പ്രതികരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകം, അതിനകത്ത് തർക്കമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ അതിനകത്ത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളുമാണ്. പക്ഷേ അതിനകത്ത് ചില വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പാർട്ടി നേതൃത്വം കറക്റ്റ് ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ മറ്റൊന്ന്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞു, ശ്രീ ബഹുമാനപ്പെട്ട സേനാപതി വേണു പറഞ്ഞു. അതും കൂടെ എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും ഒരു വ്യക്തിയും നമ്മുടെ നിയമങ്ങൾക്കൊന്നും അതീതമല്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. പ്രതിപക്ഷ നേതാക്കന്മാർക്ക് കേസെടുക്കും, ഭരണകക്ഷിക്കാരെതിരെ കേസെടുക്കും. നേതാക്കന്മാർ അതീതരാണ് നിയമത്തിന്റെ മുന്നിൽ. അല്ല, ഞാൻ പറയട്ടെ, ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടി നേതാക്കന്മാർക്കെതിരെ കേസെടുക്കും. പക്ഷേ ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ച് പലപ്പോഴും അവരെ അറസ്റ്റ് ചെയ്യാറില്ല. ഇവിടെ ഇപ്പോൾ BJP ഭരിക്കുന്നു. 18 സംസ്ഥാനങ്ങളിൽ ED ഇല്ല, ഒരു നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ
പല നേതാക്കന്മാരെ തമിഴ്നാട്ടിലായാലും ഡൽഹിയിലായാലും പശ്ചിമ ബംഗാളിലായാലും ഇപ്പൊ പശ്ചിമ ബംഗാളിൽ അടി നടക്കുന്നു ഇടിയായിട്ട്. ഇപ്പൊ പ്രതിപക്ഷം ഭരിക്കുന്ന 10 സംസ്ഥാനങ്ങളുണ്ട്. ഈ 10 സംസ്ഥാനങ്ങളിൽ എല്ലാ മറ്റിടത്തുന്ന അഴിമതികളില്ലേ, എത്രയോ പേരുടെ പേര് വേണമെങ്കിൽ ഞാൻ എണ്ണി പറയാം. BJP-ക്കാർ തന്നെ അഴിമതി ഉന്നയിച്ച നിരവധി പേരുന്ന് BJP-യുടെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ആസാം ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങൾ BJP-ക്കാർ അഴിമതി ഉന്നയിച്ച് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന പലരും ഇന്ന് BJP-യുടെ മുഖ്യമന്ത്രിമാരായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതൊന്നും അന്വേഷിക്കുന്നില്ല, അവരെ ആരും അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഭരണകക്ഷി ഇരിക്കുമ്പോൾ കേസെടുത്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ കേസെടുത്ത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം പറഞ്ഞു, അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത് PDPP ഒഫൻസ്, പോലീസുകാരെ ആക്രമിച്ചതിന് സെക്ഷൻ 332, 353 കാണുന്നത്. ഇതെല്ലാം നോൺ ബെയിൽ ഓളവൻസ് ആണ്. അപ്പൊ VD സതീശനെയും ഷാഫി പറമ്പിലിനെയും വിൻസെന്റ് MLA 1, 2, 3 പ്രതികളാണ്. ഇവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് 4മതൊരു പ്രതി അറസ്റ്റ് ചെയ്ത് ഓടായിരുന്നില്ല. പിന്നെ ആ വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോയ പോലീസ് വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞപ്പോ അവരെ പിടിച്ചു മാറ്റുന്നത് വിൻസെന്റ് MLA ആണ്. അതായത് ഈ കേസിലെ 3ാം പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ 4ാം പ്രതിയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നില്ല. 1. 2, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തീവ്രവാദികൾ അറസ്റ്റ് ചെയ്യുന്ന പോലെ അദ്ദേഹം ചിരിച്ച് സംസാരിച്ച് സന്തോഷത്തോടെയാണ് ആ പോലീസ് ജീപ്പിലോട്ട് കാര്യം. അല്ല കയറി ചെന്ന് ബലമായിട്ട് പിടിച്ച് വലിച്ചടിച്ച് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പിന്നെ സെപ്പറേറ്റ് ഗാർഡൊന്നും ചെന്ന് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല. വീട്ടിൽ ചെന്ന് വിളിച്ചുണർത്തി അദ്ദേഹത്തിന് അറസ്റ്റ് വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് വളരെ മാന്യമായിട്ടാണ് പോലീസിനോട് ഇവിടുന്ന് കന്റോൺമെന്റ് പോലീസ് അവിടെ വരെ പത്തനംതിട്ട വരെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് പോലീസിന്റെ ഒരു PC ജോർജിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നല്ലേ രാവിലെ അറസ്റ്റ് കൊണ്ടുവന്നത്. അത് തിരുവനന്തപുരത്തായിരുന്നു കേസുണ്ടായിരുന്നത്. അത് പോലീസിന്റെ ഒരു രീതിയാണ്. എന്തുകൊണ്ട് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നില്ല? അതിൽ നിങ്ങളെ പക്ഷപാതപരമായി ഇടപെടുകയല്ലേ, അതിൽ രാഷ്ട്രീയം കളിക്കുകയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പലയിടത്തും എപ്പോഴും ഭരണകക്ഷികൾ ഇന്ത്യയിൽ 18 സ്റ്റേറ്റിൽ EDയുടെ അറസ്റ്റ് ഇല്ല, ബാക്കി 10 സ്റ്റേറ്റിൽ EDയുടെ അറസ്റ്റ് ഉണ്ട്. എന്താ അറസ്റ്റ് ഇല്ലാത്തത്? അഴിമതി ഇല്ലാത്തതുകൊണ്ടാണോ? നിരവധി അഴിമതികൾ നടന്നിട്ടുണ്ട്, അറസ്റ്റ് ഇല്ല. പക്ഷെ അവിടെ പലരുടെയും പേര് കേസെടുത്തിട്ടുണ്ട്, പക്ഷെ ഒരാളിനെ പോലും അറസ്റ്റ് ചെയ്യുകയോ ജയിലിലാക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും തിരിച്ചിതുപോലെ തന്നെ കോൺഗ്രസ് കേരളത്തിൽ ഭരിക്കുമ്പോൾ എത്രയോ കോൺഗ്രസ്സുകാരെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്, പക്ഷെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം ഞങ്ങളുടെ പാർട്ടി കുറച്ചാൾ UDF-ൽ നിന്നാണ്, എനിക്ക് നല്ലതുപോലെ അറിയാം. RSP UDF-ൽ നിന്നപ്പോഴുള്ള കാര്യം നല്ലപോലെ എനിക്കറിയാം. അന്ന് ഞങ്ങളുടെയൊക്കെ പേരിൽ UDF, ഞാനും പ്രതിയായിട്ടുണ്ട്. UDF-ൽ നിൽക്കുമ്പോൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ഞാനും പ്രതിയായിട്ടുണ്ട്, പക്ഷെ ഞങ്ങളാരും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തിന്? ചാർജ് ഷീറ്റ് വന്നപ്പോൾ പലപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭരണത്തിലിരിക്കുന്നവർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. കുറ്റപത്രം ഇടപെടുകയെന്ന് വിചാരിക്കരുത്. ഈ 3 മണിക്ക് ഉള്ള അതിന്റെ ഒരു സാങ്കത്യം മനസ്സിലാക്കട്ടെ. എപ്പോ വേണേലും അറസ്റ്റ് ചെയ്യാമല്ലോ. ഒരു നോൺ ബെയിലബിൾ ഒഫൻസിലെ പ്രതിയെ നിയമം അറിയാമല്ലോ. എന്തും നടക്കും. അല്ല, ഒരു നോൺ ബെയിൽ ഒഫൻസിലെ പ്രതിയെ എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം 7 ഇയേഴ്സിൽ താഴെയുള്ളത് 41A നോട്ടീസ് കൊടുക്കേണ്ടത് വരുന്നതല്ലേ ഉള്ളൂ. അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നിയമത്തിൽ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ സമയത്തിന്റെ ഒരു വിലക്ക്. പിന്നെ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുന്നതിന് സമയത്തിന്റെ ഒരു വിലക്ക് CRPC ആണ് നോക്കുന്നത്. CRPC-യിലേക്കും പുരുഷന്മാർ രാത്രി വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. സ്ത്രീകളെ ആണെങ്കിൽ ശരിയാണ്, അവർ രാത്രി അനാകാരണമായിട്ട് അറസ്റ്റ് ചെയ്യരുത്. അതിനുള്ള പ്രത്യേക മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആവശ്യകത എന്താണെന്നാ ചോദിക്കുന്നത്. അല്ല, അതിപ്പോ പോലീസിന് അപ്പോഴായിരിക്കും അവർക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയത്, അവർ അറസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഈ ഗൺമാൻമാരെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഗൺമാനെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഗൺമാനെതിരെ കേസെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടില്ല. ഗൺമാനെതിരെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അവർക്ക് എന്താ കൊമ്പുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ തുടങ്ങിയത്. അപ്പോൾ കേസെടുക്കും പലയിടത്തും, പക്ഷെ പലയിടത്തും ഭരണകക്ഷിയുടെ ആൾക്കാർ പലപ്പോഴും ഇന്ത്യ മൊത്തത്തിൽ നടക്കുന്ന ഏതാണ് ഭരണകക്ഷി ഏത് കക്ഷിയാണോ ഭരിക്കുന്നത് അവർക്കെതിരെ കേസെടുക്കാറില്ല. ഈ പറഞ്ഞ പല സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് വ്യത്യാസമാണെങ്കിലും കേസെടുക്കാറില്ല. ED എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെയാണ്. അവർ കേസെടുത്തിട്ടുണ്ട്, പക്ഷെ അറസ്റ്റ് ചെയ്യാറില്ല. അപ്പൊ ആ രീതിയിൽ ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ശരിയാണ്, ഞാൻ പറയുന്നു, വ്യക്തിപൂജകൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പാടില്ലാത്തതാണ്. അത് ആ വ്യക്തികൾ തന്നെ സ്വയം നിഷേധിക്കേണ്ടതാണ്. ഇവിടെ തീർച്ചയായിട്ടും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ പാർട്ടി അറിഞ്ഞുകൊണ്ടോ അല്ല ഈ വ്യക്തിപൂജ ഈ പാട്ടുകളൊക്കെ ചില വ്യക്തികൾ അവർക്ക് തോന്നുന്നത് എടുത്തു വെച്ച് സനാവതി വേണ്ടി പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എന്ത് ചപ്പ് ചവറ് എടുത്തങ്ങോട്ട് ഇട്ടുകൊടുത്താലും അതിനെ അങ്ങോട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നിമിഷങ്ങൾ കൊണ്ടാണ് ലക്ഷക്കണക്കിന് ഷെയറും ഒക്കെ പോകുന്നത്. ഒരു സിനിമയിൽ പറയുന്ന പോലെ എത്ര ഷെയറും ലൈക്ക് കിട്ടി. ഇതാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നവരുടെ. എന്നിട്ട് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്നത് എത്ര പേര് ലൈക്ക് ചെയ്തു. ഇപ്പൊ ടൂർ തന്നെ പോകുന്നത് വാട്സപ്പിൽ ഇടുക, ഫേസ്ബുക്കിൽ ഇടുക,
ഇപ്പൊ പുതിയൊരു സ്ഥാനമുള്ള എക്സ് ഇതിനകത്ത് ഇടുക. ഇതിനകത്തേക്ക് ഇട്ട് ലൈക്കും കമന്റും കിട്ടാൻ വേണ്ടി അത് മനുഷ്യന്റെ അങ്ങനെ ആ സാമൂഹ്യമായിട്ടുള്ള മാധ്യമങ്ങളിൽ അടിമയായിട്ട് മതി. പത്രം പലരും വായിക്കാറില്ല. ഇപ്പൊ പത്രം വീട്ടുകളിൽ വന്നാൽ ഇവിടെ എന്റെ വീട്ടിൽ ഞാനാണ് വായിക്കുന്നത്, ബാക്കിയുള്ള എന്താ അവർ മൊബൈലിനകത്ത് ഈ വാർത്തകളുടെ കൊച്ചു കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതെല്ലാം മറ്റ് ഈ സോഷ്യൽ മീഡിയ വഴി വരുമ്പോൾ പത്രത്തിന് തന്നെ വായിക്കുന്നത് വളരെ കുറച്ചു പേരാണ്. കാര്യം അതിനേക്കാൾ കുറച്ച് സമയം മതി. അതിന്റെ ക്വഞ്ചസൻസ്, സത്തിന്റെ സത്ത് ഈ ചെറുതായിട്ട് ഈ സോഷ്യൽ മീഡിയ വരും. അപ്പൊ ലൈക്ക് കമന്റ് ഇങ്ങനെ അങ്ങോട്ട് ഓരോ വാർത്തയും വരുന്നതിന് അടിക്ക് കമന്റ് വരികയാണ്. പറയാൻ പാടില്ലാത്ത അസഭ്യ വാക്കുകൾ വരെ പല വാർത്തയുടെയും അടുക്ക് എഴുതും. അണികൾ മാധ്യമങ്ങൾ എഴുതി എന്താ ഇത് വായനക്കാരുടെ മാത്രം അഭിപ്രായമാണ്, ഞങ്ങളുടെ അഭിപ്രായമല്ല. നിങ്ങൾ നേതാക്കന്മാർ അപ്പൊ എല്ലാരും നമ്മുടെ കയ്യിലെ 5 പേരിലും വ്യത്യസ്തമല്ലേ? 5 5ആയിട്ട് തന്നെയാണ്. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. മനുഷ്യരല്ല ഒരേ സ്വഭാവക്കാരല്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന 5 പേർ നമ്മുടെ എല്ലാവരുടെ സ്വഭാവം അല്ല. അപ്പൊ അതിനകത്ത് വ്യത്യാസമുണ്ടാവും. അത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങളത് പൊലിപ്പിച്ച് മാധ്യമങ്ങളെല്ലാം കൂടി ഇത് പൊലിപ്പിച്ച് കൊണ്ടുവരുന്നു. പിന്നെ ഇവിടെ അണികളുടെ കാര്യം പറഞ്ഞു. അണികളെല്ലാം തിരിഞ്ഞു നിൽക്കുകയാണെന്ന്. അണികളും തിരിഞ്ഞു നിൽക്കുകയല്ല. 2024 തെരഞ്ഞെടുപ്പിൽ അത് കണ്ടു. ഇനിയിപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്കിപ്പോ കേരളത്തിലാകെ ഉള്ളത് ഒരു MP. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. ഈ 2024 വരെ തെരഞ്ഞെടുപ്പിൽ ഇത് നരേന്ദ്രമോദിയല്ല, ഏത് നേതാക്കന്മാർ വന്നാലും സുരേഷ് ഗോപിയെ പോലുള്ളവർ, എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ പോലുള്ളവര് എവിടൊക്കെ വന്ന് മത്സരിച്ചാലും BJP കേരളത്തിൽ സീറ്റ് കിട്ടത്തില്ല. ഞങ്ങൾക്ക് ഈ ഒരു സീറ്റ് എന്നുള്ള യാതൊരു തർക്കവുമില്ല. വളരെ കൂടുതൽ സീറ്റുകളായിട്ട് വളരും. അപ്പൊ അന്നേരം നിങ്ങൾ എന്ത് പറയും? ഈ പിണറായി വിജയന്റെ ഇത്രയും കൂടുതലുള്ള സ്തുതിപാഠകരൊക്കെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനാഭിപ്രായം നഷ്ടപ്പെട്ടു നിങ്ങൾ പറയും. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ വരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സീറ്റ് ഇതിനേക്കാൾ ഒരുപാട് മുന്നിലായിരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനപ്രതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ ഇടവേള. ശ്രീജിത്ത് പണിക്കർ, ഒരു കാലത്ത് വ്യക്തിപൂജക്കെതിരെ ഉറഞ്ഞു തുള്ളിയ ആൾ ഇപ്പോൾ വ്യക്തിപൂജ എൻജോയ് ചെയ്യുന്നു. ഇതുപോലുള്ള ഈ വാഴ്ത്ത് പാട്ടുകൾ അദ്ദേഹം ആസ്വദിക്കുന്നു, അതിന് അംഗീകാരം കൊടുക്കുന്നു. അല്ലേ, പിണറായി വിജയൻ ഇതിനൊക്കെ എതിരാണെങ്കിൽ, അല്ലെങ്കിൽ ആ പാർട്ടി നയം അദ്ദേഹം അതുപോലെ നെഞ്ചിലേറ്റി അത് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ പിണറായി വിജയൻ്റെ ഒരൊറ്റ പ്രസ്താവന പോരെ? അല്ലേ, ഇത്തരത്തിലുള്ള സ്തുതിഗീതങ്ങൾ വേണ്ട, ഇത് ഒരു കാരണവശാലും പാർട്ടി അനുവദിക്കില്ല. ഗോവിന്ദ മാഷ് പറയേണ്ടതാണ്. പക്ഷേ പിണറായി വിജയന് അദ്ദേഹം ഈ പാർട്ടി സംവിധാനത്തോട് അദ്ദേഹത്തിന് 100% പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പാർട്ടി നയങ്ങളോട് അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം അവസാന വാക്ക് പറയേണ്ടത് ഇത് പാടില്ല, ഇത് അനുവദിക്കില്ല എന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഇത് ഈ പാർട്ടി എന്നൊരു സംവിധാനം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ആരും ചോദ്യം ചെയ്യാനില്ല, തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കാൻ പോലും ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ ഇദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം അതെല്ലാവരും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. ചുരുക്കത്തിലൊരു നേരത്തെ ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ പല ഏകാധിപതികളുടെയും കാര്യങ്ങളിലൂടെ പറഞ്ഞു. ആ ഒരു ഏകാധിപത്യ വ്യവസ്ഥിതി അത് സഹിച്ചുകൊണ്ട് ഈ പാർട്ടി സംവിധാനം പോകുന്നു, അണികൾ പോകുന്നു. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീജിത്തെ? അല്ല, നോക്കൂ, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 20 വർഷം മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു, അവർക്ക് പാൻ ഇന്ത്യ എത്രത്തോളം പ്രസൻസ് ഉണ്ടായിരുന്നു, എവിടെയൊക്കെ അവരെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് പ്രവർത്തിച്ചു എന്നതിൽ നിന്ന് ഈ 20 വർഷം കഴിയുന്ന സമയത്തേക്ക് അവർ കേരളത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടിയേക്കാൾ മുകളിലേക്ക് ശ്രീ പിണറായി വിജയൻ വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി വളർന്നിട്ടുണ്ട്. കാരണം ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം പല സംസ്ഥാനങ്ങളിലും തീരെ ദുർബലമാകുന്നു, പല സ്ഥലങ്ങളിലും ജീർണിച്ച അവസ്ഥയിലാണ്. പാർട്ടിക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ പേരിന് വേണ്ടിയിട്ട് ഡൽഹിയിലൊക്കെ തന്നെ ഒരു കേന്ദ്ര നേതൃത്വവും മറ്റും ഉണ്ട് എങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ, അതും ഭരണ തുടർച്ച ഉണ്ടാക്കിയ നേതാവ് എന്ന രീതിയിൽ ശ്രീ പിണറായി വിജയൻ ഒരുപക്ഷെ CPM എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ടായിരുന്ന പാർട്ടിയേക്കാൾ ഇന്നത്തെ അവരുടെ അവസ്ഥയിൽ പാർട്ടിക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിംഹവും കഴുകനും സൂര്യനും മന്നനും ഒക്കെ തന്നെയാണ്. പക്ഷെ നേരെ മറിച്ച് അത് ഒരു കോമൺ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അത് പറയുക എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ടുന്ന ചില സംവിധാനങ്ങളുണ്ട്, അവരുടെ ചില നിർദ്ദേശങ്ങളുണ്ട്, ചില മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. അതിന് വിരുദ്ധമായി പോകുന്നു എന്നതാണ് പ്രധാനം. ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് ശ്രീ പിണറായിക്കുമുണ്ട്. അദ്ദേഹത്തിനും അറിയാം അദ്ദേഹം പാർട്ടിയേക്കാൾ കൂടുതൽ ശക്തനായിട്ട് വളർന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് പല തീരുമാനങ്ങൾ
എല്ലാം തന്നെ ഏകപക്ഷീയമാണ് എന്ന രീതിയിലത്തേക്ക് തന്നെ പലപ്പോഴും വരുന്നത്. അദ്ദേഹത്തിന് മാത്രമായിട്ടൊരു എക്സംഷൻ കിട്ടിയതിനു ശേഷം മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് പോലും മറ്റൊരാളിനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക തുടങ്ങിയ പല രീതികൾ ചെയ്യുന്ന സമയത്തെല്ലാം ഇദ്ദേഹം ഒഴിവാക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു രീതി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ കൂട്ടമായിട്ട് പാർട്ടി എടുക്കുന്ന തീരുമാനം, പാർട്ടി സെക്രട്ടേറിയറ്റ്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തുടങ്ങിയ സംവിധാനങ്ങൾക്ക് വിധേയനായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ നിന്ന് അദ്ദേഹത്തിനനുസരിച്ച് മാത്രമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം വരുന്ന രീതിയിലത്തേക്ക് മാറിയിരിക്കുന്നു എന്നതിനെപ്പറ്റി ഏറ്റവും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് ശ്രീ പിണറായി വിജയന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ പ്രകീർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആൾക്കാർ, നേരത്തെ പറഞ്ഞതുപോലെ കോർട്ട് ജസ്റ്റർ അല്ലെങ്കിൽ കൊട്ടാര വിദൂഷകൻ എന്ന നിലയ്ക്ക് സംസാരിക്കുന്ന മന്ത്രിമാരുണ്ടാകുന്നു, അദ്ദേഹത്തിനെ വാഴ്ത്തിപ്പാടുന്ന കവികൾ ഉണ്ടാകുന്നു. നമ്മൾ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു കുറേയധികം അബദ്ധങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന സ്വജനപക്ഷവാദികളിലെ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആ ഒരു കവിത മാത്രമല്ല, മറ്റുള്ള സ്റ്റാൻഡേർഡ് കവികളുടെ കവിതകളുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം എന്ന മധുര മനോഹര വരികൾ എഴുതിയിരുന്ന ശ്രീ കാട്ടാക്കട മുരുകൻ നായർ, അദ്ദേഹം പിന്നീട് ശ്രീ പിണറായി വിജയനെ പറ്റി എഴുതിയിരിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം സൂര്യനാണ് എന്ന രീതിയിൽ സൂര്യ സാന്നിധ്യമായിട്ട് പറയുന്ന സമയത്ത് അതിൽ പറയുന്ന എന്താണ്, കരുതലിനൊരു കാവല് പോലെ എരിയുന്ന സൂര്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആരെ പറ്റിയാണ്? പിണറായി വിജയനെ സൂര്യൻ എന്ന് ആദ്യം വിളിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഒരാൾ ശ്രീ മുരുകൻ നായരാണ്. നെറിയുള്ള ഒരു നേതാവുണ്ടേ എന്ന് പറയുന്നു. അപ്പൊ നിറയുള്ള മറ്റു നേതാക്കന്മാരൊന്നും കേരളത്തിൽ ഇല്ല എന്നാണോ, ഈ പാർട്ടിയിൽ തന്നെ ഇല്ല എന്നാണോ, ഈ രീതികളിലേക്കൊക്കെ പറയുന്നു. അദ്ദേഹം തന്നെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അവരുടെ ചിന്തകൾക്ക് വിധേയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനായിട്ടുള്ള കേരളിനെ പറ്റി സിൽവർ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത എഴുതിയത് നമ്മൾ കണ്ടതല്ലേ. കേടാകാതെ പഴം പച്ചക്കറിയൊക്കെ പെട്ടെന്ന് ഇവിടെ എത്തും എന്ന രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, അപ്പൊ അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് റിവാർഡ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം കാതുകളിലേക്ക്, ഇവരുടെ കണ്ണുകളിലേക്കൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലത്തേക്ക് ഇങ്ങനെ കവിതകൾ എഴുതുന്ന, ഇങ്ങനെ പ്രശംസ ചൊരിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു കാട്ടാക്കട മുരുകൻ നായരായി മാറാൻ കഴിയാത്ത ആൾക്കാർ കേരള CM പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലാത്തവർ കാരണഭൂത തിരുവാതിര ഉണ്ടാക്കുന്നു, അതല്ലാത്തവർ ഇദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ് പുളകിതയായ പുണ്യഭൂമിയാണ് എന്ന് പറയുന്നു, അദ്ദേഹം ദൈവത്തിന്റെ വരദാനമാണ് എന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് പറയുന്നു. ഇങ്ങനെയൊക്കെ ഇവർ പെരുമാറുകയാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഭാഗത്ത് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതില്ലാതിരിക്കുന്ന വറ്റി വരണ്ട സമയത്ത് പോലും ഞാൻ സ്വയം വലിയ സംഭവമാണ് എന്ന രീതിയിലത്തേക്ക് ഞാൻ പ്രത്യേക ആക്ഷൻ ഇട്ടു, ഞാൻ തോക്കിന്റെ ഇടയിൽ കൂടി നടന്നു, ഞാൻ പ്രത്യേക ശബ്ദമുണ്ടാക്കി, എന്നെ പറ്റി അറിയണമെങ്കിൽ സുധാകരനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ സ്വയം വാഴ്ത്തുപാട്ടുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വിഷയം, ആ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇദ്ദേഹം ഇവിടെ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ ഇവിടെ പറഞ്ഞത് സന്തോഷത്തോടെ പോലീസിന്റെ കൂടെ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്ന പോലീസുകാരെ കണ്ടു. ഇത് വെളുപ്പിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ കല്യാണ നിശ്ചയത്തിന് ഇറങ്ങി പോകുന്നതല്ല. ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിലാണ് ഒരാളിനെ ഈ രീതിയിൽ തീവ്രവാദിയെ തടയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ PFI-കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകേണ്ടുന്ന ഒരാളാണോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഞാനൊരു കമ്പാരിസന് വേണ്ടിയിട്ട് പറയാം. SFIയുടെ സംസ്ഥാന നേതാവ് ഒരു ഹസൻ മുബാറക് ഉണ്ട്. ഈ ഹസൻ മുബാറക് ചാലക്കുടി SIയെ കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ വീഡിയോ അടക്കം, ഇപ്പൊ ഈ പറയുന്ന ആരോപണങ്ങളോ പോലീസ് FIR-ൽ എഴുതി ചേർത്തിരിക്കുന്നതോ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസംഗത്തിന്റെ വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം ചാലക്കുടി CIയെ കുറിച്ചാണെന്നാണ് എന്റെ ഓർമ്മ, SIയെ കുറിച്ചാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, കുട്ടികളോട് ഇങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ 2 കൈയും കാലും തല്ലി ഒടിക്കും, എന്നിട്ട് പട്ടി എന്നാണ് വിളിക്കുന്നത്. അത് ഒരു തവണയല്ല, പലതവണ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഞാൻ വിയ്യൂരിൽ കിടന്നാലും കണ്ണൂരിൽ കിടന്നാലും പൂജപ്പുര കിടന്നാലും ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറയുകയാണ്. ആരെ പറ്റിയാണ് പറയുന്നത്? പിണറായി വിജയന്റെ പോലീസിനെയാണെന്നേ. പിണറായി വിജയന്റെ പോലീസിനെ ഈ രീതിയിലത്തേക്കൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു നേതാവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേസെടുത്തിട്ടുണ്ടോ? അതിപ്പോ ഗൺമാനെതിരെ കേസെടുത്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് ഹസൻ മുബാറക്കിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി എത്രത്തോളം കേസുകളിൽ പ്രതിയാണ്, അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട്. അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണമൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇരട്ട നീതിയാണ്. അതുമാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കെടുത്ത് കാണേണ്ടുന്ന പ്രശ്നമില്ല. നേരെ മറിച്ച് അതിൽ തന്നെയുള്ള ഇപ്പൊ 1-ാം പ്രതി ശ്രീ VD സതീശൻ, അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുകയാണ്. പക്ഷേ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ലെയർ എന്ന് പറഞ്ഞത് നമ്മുടെ കൂടെയാണോ അവരുടെ കൂടെയാണോ? അതാണ്.
ആ ലെയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്ഥാനത്ത് എവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത്? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എലക്ടഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണ് ഈ ആദ്യം പറയുന്ന 3 പ്രതികൾ. അവരെ അങ്ങ് മാറ്റിവെച്ചു. നാലാമത്തെ ആൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും പിണറായി സർക്കാരിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ നിങ്ങളുടെ കയ്യിലുള്ള അധികാരത്തിനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സാധാരണ പോലെ രാഹുൽ നിങ്ങൾ ഇവിടെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാവുന്ന ഒരാൾ മുമ്പ് ഉണ്ടായിരുന്ന പല കേസുകളിൽ അദ്ദേഹം ചെന്നിട്ടില്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് എന്തോ വലിയ കൊടും ക്രിമിനൽ തീവ്രവാദിയാണ്, ശിവരശനാണെന്നുള്ള രീതിയിലത്തേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തിനെ അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ കാട്ടാക്കട നായർ എഴുതിയതുപോലെ കരുതലിനൊരു കാവല് പോലെ എരിയുന്ന സൂര്യൻ, ഈ രീതിയിലാണോ കരുതൽ നടത്തേണ്ടത്? നെറിയുള്ള ഒരു നേതാവ് ഇങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ഒരാളിനെ? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലെ എത്ര നിയമസഭാ സാമാജികർക്ക്, LDFന്റെ ഭാഗത്തു നിന്നുള്ള എത്ര നിയമസഭാ സാമാജികർക്ക് രാഷ്ട്രീയമായിട്ടുള്ള സമരങ്ങളുടെ പേരിൽ കേസ് ഉണ്ട്? എല്ലാവർക്കും ഇല്ലേ? ഇല്ലാത്ത എത്ര പേരുണ്ടാകും? അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പ്രവൃത്തിയിൽ ഒന്ന് കാണിക്കുകയും ഒരു പൊളിറ്റിക്കൽ സമരത്തിനെ പൊളിറ്റിക്കൽ സമരം അല്ലാതെ നിങ്ങൾ ഒരു വെഞ്ചിയൻസോട് കൂടി കാണുകയും ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഏകപക്ഷീയമായി പെരുമാറുന്ന ഒരു സംവിധാനത്തിനെ നിയന്ത്രിക്കുന്ന ആളിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സൂര്യനാക്കി പറയുക, അദ്ദേഹത്തിനെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മൂടുക, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇത് അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന സമയത്ത് മുഴുവൻ സമയവും എണീറ്റ് അറ്റൻഷൻ പോലെ നിൽക്കുന്ന ഒരു നടനെ നമ്മൾ കണ്ടതല്ലേ? അദ്ദേഹം എന്റെ അച്ഛനെ പോലെയാണ് എന്ന് പറയുന്ന ഒരു നടൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഓരോരുത്തരും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിലത്തേക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഒരു ജേഴ്സി ഇല്ലാതെ പോയി. അതല്ലായിരുന്നുവെങ്കിൽ CPM ശ്രീ പിണറായി വിജയനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ടേം തീർന്നിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ജേഴ്സി, മുഖ്യമന്ത്രി ജേഴ്സി റിട്ടയർ ചെയ്തേനെ. ഇപ്പോ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ MS ധോണിയുടെ ഒക്കെ ജേഴ്സി റിട്ടയർ ചെയ്യുന്നത് പോലെ ജേഴ്സി റിട്ടയർ ചെയ്തേനെ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ കറുപ്പ് നിറം തന്നെ നിരോധിച്ച് കളഞ്ഞേനെ. അതിനൊന്നുമുള്ള മാർഗം ഇവിടെ ഇല്ലാത്തത് നമ്മുടെ നാട്ടിലുള്ള നിയമ സംവിധാനം, നമ്മുടെ നാട്ടിലുള്ള ഭരണഘടന അത്രത്തോളം സ്വാതന്ത്ര്യം ആൾക്കാർക്ക് തരുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നത്, അങ്ങനെ സ്തുതിപാഠകരെ കൊണ്ട് ഇങ്ങനെ ചുറ്റി അദ്ദേഹത്തിന്റെ ഇമേജിനെ വർദ്ധിപ്പിച്ചിട്ട് അയ്യങ്കാളിയോടൊപ്പം ശ്രീനാരായണ ഗുരുവിനോടൊപ്പം തച്ചോളിയോടൊപ്പം ഒക്കെ വെക്കാനും ഇതിഹാസ പുരുഷൻ, ചരിത്ര പുരുഷൻ എന്ന് വാഴ്ത്താനും ആൾക്കാർ ഇവിടെ ഉള്ളപ്പോ, അങ്ങനെയുള്ള ആൾക്കാരാണ് അദ്ദേഹം എന്നും കാണുന്ന ഓൺ എ ഡേ ടു ഡേ ബേസിസ് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇവരോട് പറഞ്ഞത് നിർത്താൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് എങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പാടി പുകഴ്ത്തലുകളോടുകൂടി ഇങ്ങനെ ഒരുപാട് നായരും നമ്പൂതിരിയും ഒക്കെ ഇനിയും ഉണ്ടാകും. ഈ നായരും നമ്പൂതിരി ഒക്കെ ആണല്ലോ ഈ വാഴ്ത്തുപാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്. പൂവരണി നമ്പൂതിരിയുണ്ട്, കാട്ടാക്കട മുരുകൻ നായരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒരു എന്താ പറയുന്നത്, കേരളത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്ന രീതിയിൽ ഇതൊക്കെ കാണുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സന്ദീപാനന്ദഗിരി ഇതിഹാസം എഴുതുകയായിരിക്കും, ഇതിഹാസ പുരുഷനെ കുറിച്ച്. കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാണുന്നില്ല പുള്ളിയെ. കുറച്ചാള് BJP-യിലായിരുന്നു. അല്ല, അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയുടെ അന്ന് വട്ടുണ്ടായിരുന്നില്ല. CPM-ലേക്ക് പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ചില എംപ്ലോയീസ് ഉണ്ട്, ഈ കോർപ്പറേറ്റ് വേൾഡിലുള്ള ചില എംപ്ലോയീസ് ഉണ്ട്. ഇപ്പൊ ഒരു കമ്പനിയിൽ 5-6 വർഷമൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അവരെ പറ്റി ഒരു നല്ല പേരുണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആള് അവിടെ നിന്ന് മാറി മറ്റൊരു പുതിയ കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് ഇയാളുടെ രീതികളൊക്കെ മാറ്റിക്കൊണ്ട് അവിടെ കൂടുതൽ ഇംപ്രഷന് വേണ്ടിയിട്ട് ആദ്യത്തെ കുറെ മാസങ്ങളിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലത്തേക്ക് അങ്ങ് ജോലി ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു ജോലിയായിട്ട് കണ്ടാൽ മതി നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കുന്നതും അദ്ദേഹം എന്റെ ഇന്നേരാണ് എന്ന് പറയുന്നതും പാർട്ടി ഓഫീസിന്റെ മുന്നിൽ നിന്ന് സ്തുതിഗീതങ്ങൾ പാടുന്നതും ഒക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്തു പോകും. എന്ത് ചെയ്യും? ആൾക്കാരുടെ അവസ്ഥയാണ്. അറ്റൻഷൻ കിട്ടുക എന്നുള്ളതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ശ്രീ ബലദേവ്. യെസ്, ആർക്കും ആരെക്കുറിച്ച് വേണമെങ്കിലും വാക്കുകളിലൂടെ കഴുകൻ എന്നോ അല്ലെങ്കിൽ കുതിര എന്നോ സൂര്യൻ എന്നോ ഇതിഹാസ പുരുഷൻ എന്നോ ഒക്കെ എഴുതാം. പക്ഷേ കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രിയായി, ഒരു ഭരണാധികാരിയായി കാലം പിണറായി വിജയനെ, PVയെ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.